ജിബിന് KSRTCയിൽ സൗജന്യ യാത്ര മെൻസ് അസോസിയേഷൻകാരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് സ്ത്രീകൾക്ക് അത് ലിംഗസമത്വത്തിൻ്റെ പ്രശ്നമായിട്ടും അതുപോലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവർക്കല്ല, അത് സമ്പന്നർക്കും ആ സൗജന്യം കിട്ടുന്നു എന്നുള്ള അങ്ങനെ പല പ്രശ്നങ്ങളും ഉന്നയിച്ചിട്ട് ഇപ്പോൾ അവർ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വിഷയം ഈ ഉദ്ഘാടന സമയത്ത് മുഖ്യമന്ത്രി VD സതീശനും പരാമർശിക്കുകയുണ്ടായി. പുള്ളി പറഞ്ഞത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്താൽ അതുകൊണ്ട് വീടിന് ഗുണമുണ്ടാകുന്നു. കാരണം ആ പണം ബാക്കി വരുന്ന കയ്യിൽ കിട്ടുന്ന പണം അവരുടെ വീടുകളിലേക്ക് എത്തും എന്നാണ് VD സതീശൻ പറഞ്ഞത്. പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ആ പണം വീട്ടിലേക്ക് എത്തുന്ന യാതൊരു ഉറപ്പില്ല, അത് സർക്കാരിലേക്ക് എത്തും എന്നൊരു ഒരു തമാശ രൂപമാണ് അദ്ദേഹം പറയേണ്ടത്. അപ്പോൾ ഇവരുടെ വാദം സ്ത്രീകൾക്ക് അനാവശ്യമായൊരു പരിഗണന കൊടുക്കുന്നു. ഇത് പുരുഷ സമൂഹത്തിന് എന്താ പറയുക, പുരുഷ സമൂഹത്തോട് തുല്യനീതി കാണിക്കാതെ ഒരു തരം അനീതി അവരോട് കാണിക്കുന്നു എന്നൊക്കെയുള്ള വാദങ്ങളാണ്. ഇതിൽ എത്രത്തോളം കഴമ്പുണ്ട്? എന്താണ് അവരുടെ ഒരു വാദത്തിൻ്റെ ഒരു അടിസ്ഥാനം? ഈ ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ മെൻസ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ട്. അവരുന്നയിക്കുന്ന ചില കാരണങ്ങളാണ്. അതായത് സ്ത്രീകളെപ്പോലെ തന്നെ പുരുഷന്മാരും വോട്ട് ബാങ്കാണ്. സ്ത്രീകൾക്ക് സംവരണം അനുവദിക്കുമ്പോൾ അത് അവരുടെ റേഷൻ കാർഡ് നോക്കി വേണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷങ്ങളിലും വലിയ ശമ്പളവുമുള്ള ആളുകൾ സ്ത്രീകൾ KSRTC ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്നു. പക്ഷെ പുരുഷന്മാർക്ക് എന്തുകൊണ്ട് അതിന് സാധ്യം ആകുന്നില്ല? അതുപോലെ തന്നെ പ്രായം ചെന്ന പുരുഷന്മാർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി യാത്ര അനുവദിക്കണം എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു വാലിഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ഇത് വലിയ ശമ്പളമുള്ള സർക്കാർ ജീവനക്കാർ ഇവിടെ ഈ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യുന്നുള്ള കാര്യമാണ്. അതിപ്പോൾ നമ്മൾ എല്ലാ വിഭാഗത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. അവരതിനെ ഒരു പ്രശ്നമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയുള്ളൂ. അതായത് മെൻസ് അസോസിയേഷൻ പറയുന്ന ഈ ഒരു പോയിന്റിനെ എല്ലാവരും തന്നെ അഡ്രസ്സ് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്ക് വലിയൊരു ഭീകരമായ ശമ്പളം ഉണ്ടെന്നറിയാം. അവർ സ്വാഭാവികമായിട്ടും ഓർഡിനറി ബസ്സിൽ കയറുമ്പോൾ അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നില്ല. അതേ സ്ഥാനത്ത് തന്നെ വിദ്യാർത്ഥികൾക്കും 60 വയസ്സിന് മുകളിലുള്ള ഈ മെൻസ് അസോസിയേഷൻ പറയുന്ന പ്രായം ചെന്നവർക്കും ടിക്കറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയും കൂടിയുണ്ട്. അത് ഒരു വലിയൊരു വ്യത്യസ്തമായ പോയിന്റ് തന്നെയാണ്. പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം BPL കാർഡ് നോക്കി നോക്കാൻ വേണമെന്നും അതുപോലെ വോട്ട് ബാങ്കാണെന്ന് പറയുന്നത് അതൊക്കെ അവരുടെ സ്ഥിരവാദങ്ങളാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഈ ഒരു അഭിപ്രായത്തിന് സ്ത്രീകൾക്കിടയിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഒരു ഭാഗം സ്ത്രീകൾ ഈ സൗജന്യ യാത്രയെ അനുകൂലിക്കുമ്പോൾ ഒരു ഭാഗം സ്ത്രീകൾ അതിനോടങ്ങ് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരും എന്തിനാണ് സ്ത്രീകൾക്ക് ഒരു ഈക്വാളിറ്റിയുടെ സ്ഥാനത്ത് പ്രത്യേക പരിഗണന തരുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അവർ വാദിക്കുന്ന തുല്യ പരിഗണനയുടെ ആണല്ലോ, തുല്യ പരിഗണന വേണം, പുരുഷന്മാരെ പോലെ തന്നെയാണ് സ്ത്രീകളെന്ന് വാദിക്കുന്നുണ്ട്. അവർ ഇങ്ങനെയുള്ളൊരു ആനുകൂല്യങ്ങളെ തള്ളി പറയുന്നുണ്ട്. പക്ഷെ മറുഭാഗത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡെയിലി പേജായിട്ട് ജോലി ചെയ്യുന്നവർ, നമ്മളിപ്പോൾ ഇവർ സ്ഥിരം വാദം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ തുണിക്കടകളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ ചെയ്യുന്ന കുറച്ച് സ്ത്രീകളെയൊക്കെ കാര്യം പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്കൊരു മാസം 1500 രൂപ 1700 രൂപയൊക്കെ വലിയ നേട്ടമാണ്. അവർക്കതൊരു സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതേ ഭാഗത്ത് തന്നെ നമ്മൾ പുരുഷന്മാരുടെ കാര്യത്തോട്ട് വരുമ്പോഴത്തേക്കും ഈ 10,000 രൂപയും 10,000 രൂപയൊക്കെ ജോലി കിട്ടുന്ന പുരുഷന്മാരുണ്ട്. പ്രത്യേകിച്ച് ചില ഈ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വളരെ ചെറിയ ശമ്പളമാണ് കിട്ടുന്നത്. അവർ ഇതുപോലെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഈ തുണിക്കടകളിൽ നിൽക്കുന്ന ആണുങ്ങൾക്കും ഇതേ വേതനം തന്നെയാണ് പലയിടത്തും. സ്ത്രീകൾക്ക് കിട്ടുന്ന അതേ വേതനം തന്നെയാണ് പുരുഷന്മാർക്കും കിട്ടുന്നത്. അവിടെയും ഒരു ചോദ്യത്തിന് ഈ മെൻസ് അസോസിയേഷൻ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവിടെയും ഒരു വാലിഡായിട്ടൊരു പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റേഷൻ കാർഡ് നോക്കി വേണമെന്നൊക്കെ പറയുന്നു. അത് എത്രത്തോളം അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് എന്നുള്ള ഒരു മാനദണ്ഡമായിരിക്കും അവിടെ ഉന്നയിക്കപ്പെടുന്നത്. അതല്ലാതെ ഒരു വേറെ മാനദണ്ഡം ഇതിനകത്ത് കാണുന്നില്ല. പിന്നെ ഞങ്ങളും വോട്ട് ബാങ്കാണ് എന്ന് പറയുന്നതും അതൊരു അടിസ്ഥാനമില്ലാത്തൊരു പരാമർശമാണ്. കാരണം അത് എന്താണ്, എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും വോട്ട് ബാങ്കാണ്. പിന്നെ ഇത് UDF സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരു പ്രധാന പോയിന്റ് ആയിരുന്നു ഇത്. കാരണം സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നു. രാഹുൽ ഗാന്ധിയാണ് ഇവിടെ പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ഇവരുടെ UDFിൻ്റെ സ്ഥാനാർത്ഥികളിൽ രമേഷ് പിഷാരടി ഉൾപ്പെടെയുള്ളവർ ബസ്സുകളിൽ കയറി പോലും സ്ത്രീകളുടെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ടിക്കറ്റ് എടുക്കേണ്ടി വരില്ല
KSRTC ബസ്സുകളിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ. അപ്പോഴിവർ പറഞ്ഞത് KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യാന്നാണ്, ഓർഡിനറി എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ ബസ്സുകളിൽ യാത്ര ചെയ്യാന്നാണ് പറഞ്ഞത്. എത്ര ദൂരം വേണമെങ്കിൽ പോവാം, ടൂർ പോവാന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പായിട്ടില്ല. അത് ഇക്കാര്യത്തിലൊക്കെ സർക്കാർ നേരെ മലക്കം പറഞ്ഞു. ഓർഡിനറികളിൽ ബസ്സിൽ മാത്രമാക്കി ആണ് പരിപാടി നടത്തിയിരിക്കുന്നത്. നിലവിൽ അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലാതെ നടത്താനും പറ്റില്ലെന്ന് സർക്കാരിന് വൈകി വന്നൊരു ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ മെൻസ് അസോസിയേഷൻ്റെ ഭാഗത്തോട്ട് നമ്മൾ വരുമ്പോൾ ഇവരുടെ ഇങ്ങനെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേസമയം നമ്മൾ ഈ മെൻസ് അസോസിയേഷൻ്റെ ഭാഗം തന്നെ ആയിരുന്നല്ലോ ഈ രാഹുൽ ഈശ്വറും. അതെ, അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് വേറൊരു കാര്യം, ഞങ്ങൾക്ക് അതെ ഞങ്ങൾക്ക് കുറച്ച് പരിഗണന വേണമെന്നാണ് പുള്ളി പറയുന്നത്. അതേസമയത്ത് ഈ മറ്റേ വ്യക്തി ഉണ്ടല്ലോ, മറുഭാഗത്തുള്ള വട്ടിയൂർക്കാവ് അജിത് കുമാർ, പുള്ളിയാണ് മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നതാണ് ഈ കുറച്ച് കാര്യങ്ങൾ, റേഷൻ കാർഡ് നോക്കണം, ഞങ്ങൾ വോട്ട് ബാങ്കാണ്, പിന്നെ പ്രായമുള്ള പുരുഷന്മാർക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും സൗജന്യ ടിക്കറ്റ് നൽകണം എന്നൊക്കെ അദ്ദേഹമാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് ഒരു നീതി, പുരുഷനെയും സ്ത്രീനെയും വേർതിരിച്ചുള്ളൊരു കാര്യത്തിനാണ് അദ്ദേഹം തള്ളി പറയുന്നത്. അങ്ങനെ ഒരു രണ്ടഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഈ മെൻസ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് രണ്ടഭിപ്രായമുണ്ട്, ഈ സ്ത്രീകളുടെ ഇടയിലും രണ്ടഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ പൊതുവേ നമ്മൾ നോക്കും, പുരുഷന്മാരുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ചില കാര്യങ്ങളിൽ നമുക്ക് അനുകൂലിക്കാൻ പുരുഷന്മാർക്കും തോന്നിക്കും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഈ ഗവൺമെൻറ് ജോലിക്കാരുടെ കാര്യം, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് എത്രത്തോളം കുറച്ചിനി ഭാവിയിലാണെങ്കിൽ ഇത് വലിയ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഈ മെൻസ് അസോസിയേഷൻകാർ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഒരു ക്ലാസ് പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ പുരുഷ പ്രശ്നം ഉന്നയിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടുന്നത് ഈ ക്ലാസ്, അതായത് എലീറ്റ് ക്ലാസ്സിന് ഇത് കിട്ടുന്നു, ആനുകൂല്യം കിട്ടുന്നു, സ്ത്രീകൾക്ക് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്നാണ് സത്യത്തിൽ ഒരു ക്ലാസ് ഇഷ്യൂ ആണ് അവർ ഉന്നയിക്കുന്നത്, അല്ലേ? അതെ, അവരൊരു ക്ലാസ് ആണ് ഉന്നയിക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ സന്ദീപ് പറഞ്ഞ ഒരു ക്ലാസിൻ്റെ കാര്യം പറയുന്നത്, അപ്പോൾ നമ്മൾ ഈ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് എല്ലാം സാധാരണക്കാരല്ലേ എന്നൊരു ചോദ്യം എപ്പോഴും പറയും. KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ സാധാരണക്കാരല്ല. KSRTC ബസ്സുകളിലെ എല്ലാ വിഭാഗക്കാരും യാത്ര ചെയ്യുന്നുണ്ട്. അതിനകത്ത് ചെറിയ ശമ്പളം മേടിക്കുന്നവർ തൊട്ട് വലിയ ശമ്പളം വരെ മേടിക്കുന്നവരുണ്ട്, കയറുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു യാത്രക്കാരുടെ ഇടയിൽ ഒരു ക്ലാസ് നമുക്ക് എങ്ങനെ നിർവചിക്കാൻ പറ്റില്ല. അത് നിർവചിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിർവചിക്കണമെങ്കിൽ അത് ഈ ടിക്കറ്റ് നൽകുന്ന രീതിയിലൊരു മാറ്റം വരുത്തുന്നു. ഇപ്പോൾ നമ്മൾ ഈ മെൻസ് അസോസിയേഷൻ പറയുന്ന പോലെ ഈ വലിയ ശമ്പളമുള്ള സർക്കാർ ജീവനക്കാരെ ഒഴിവാക്കുക, റേഷൻ കാർഡ് അടിസ്ഥാനത്തിലാക്കുക. അതിനൊന്നും സർക്കാർ ഒന്നും കൊടുക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു അവരുടെ പദ്ധതി പാളിപ്പോകുന്നൊരു കാര്യമാണ്. പിന്നെ മുഖ്യമന്ത്രി നടത്തിയൊരു ഉദ്ഘാടനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്, അതായത് പുരുഷന്മാർക്ക് ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ പൂർണ്ണമായിട്ടും വീടുകളിലേക്ക് എത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ചിലപ്പോൾ ആ പൈസ ചിലപ്പം ബിവറേജിലേക്ക് ബാറുകളിലേക്ക് പോകുന്നതാണ്. പക്ഷെ അത് ഒരു ന്യായീകരണം മാത്രമാണ്. കാരണം ഇപ്പൊ മുൻവിധി വെച്ചിട്ടുള്ള എല്ലാവരും ബാറിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ ഈ ക്ലാസ് എന്നുള്ള പറയുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, ബസ്സുകളിൽ കയറുന്ന ഒരു ക്ലാസ് ആൾക്കാരാണ്. അതങ്ങനെയല്ലല്ലോ, എല്ലാ ആൾക്കാരും കയറുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ മുൻവിധിയുടെ ഈ സംസാരത്തിന് ഇവിടെ ഒരു യാതൊരു അടിസ്ഥാനവുമില്ല. ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ പറയുന്നൊരു കാര്യമുണ്ട് ഈ വിഷയത്തില്, ബസ് തടയുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, ബസ്സിൽ കയറുമെന്നും മറ്റൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണ്, ബസ് തടയുമെന്നുള്ള നിലപാടിനോടൊന്നും താൻ യോജിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഒരു തുല്യ പരിഗണന തരണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഈ രണ്ടഭിപ്രായങ്ങൾ ഈ മെൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വാദം. പിന്നെ അത് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ആദ്യം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഒരു പരിഗണന കൂടുതൽ കിട്ടുന്നു എന്നുള്ളൊരു തോന്നൽ പൊതുവിലെ ആളുകൾക്ക് വന്നു കഴിഞ്ഞു. അത് കൂടുതലായിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്നെ സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്ര എന്നുള്ളതിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കാർഡുകളായിക്കോട്ടെ, വാർത്തകളായിക്കോട്ടെ, അതിൻ്റെ ഇടയിലുള്ള കമൻസ് മുഴുവൻ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമായിട്ടും എത്തരത്തിലാണ് ഈ പൊതുസമൂഹത്തിലുള്ള ചർച്ചകൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അത് ഇവിടെ ഒരു വേറൊരു വിഷയമാണ്. ഇപ്പം ഈ മെൻസ് അസോസിയേഷൻ പറയുന്ന ഒരു വാദത്തിന് തുല്യമായിട്ട് പൊതുവെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലൊക്കെ അവരാണ് ഈ കുടുംബത്തിൻ്റെ സ്ട്രെസ് കൂടുതലായിട്ട് ഏറ്റെടുക്കുന്നത് എന്നുള്ളൊരു വലിയ ഒരു തോന്നലുണ്ട്. അത് ഒരു വലിയൊരു പരിധി വരെ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടമ്മമാരാവുക എന്നുള്ള ഒരു സംഗതിയിലേക്ക് പോകുന്നവരൊക്കെ സംബന്ധിച്ച് ഈ പുരുഷൻ്റെ മാത്രം ചുമലിൽ എന്താ പറയുക, ഈ ജീവിതഭാരം വരുന്ന ഒരു സിസ്റ്റം നമ്മുടെ
പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് വൈരുദ്ധ്യമായിട്ട് അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ വലിയ പീഡനങ്ങളിലൂടെയാണ് സ്ത്രീകളും കടന്നു പോകുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ഈ സാമ്പത്തികമായ സ്ട്രെസ് എപ്പോഴും പുരുഷൻ്റെ തലയിലാണ് എന്ന ഒരു തോന്നൽ എപ്പോഴും. ഇവരെ നല്ല പ്രായം മുഴുവൻ പട്ടിപ്പണിയെടുത്ത് ജീവിക്കുന്നു, അവസാനം തിരിഞ്ഞു നോക്കുമ്പോഴാണ് മനസ്സിലാവുക ജീവിച്ചില്ലല്ലോ എന്നുള്ള തോന്നൽ പുരുഷന്മാർക്ക് വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു തോന്നൽ ഒക്കെ ഇവരുടെ ഫ്രസ്ട്രേഷൻ്റെ ഒരു അടിത്തറയാവുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിൽ ഇതിനൊരു പിന്തുണയും കുറേ പേരുടെയൊക്കെ പിന്തുണയും കിട്ടുന്നത് തോന്നുന്നു. കാര്യമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സെൻറ്റിമെൻറ്റ്സ് ഇവർക്ക് അനുകൂലമായിട്ട് പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനാവുകയില്ല, പക്ഷെ അപ്പോൾ അയാൾക്ക് ഒരു വിസിബിലിറ്റി ഒക്കെ ഉണ്ട്, അയാളുടെ പേജിന് അത്യാവശ്യം റീച്ച് ഉണ്ട്, അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആളുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ആ ഒരു, കാരണം ഇപ്പോൾ സ്ത്രീ പുരുഷ എന്താ പറയുക വ്യത്യാസമൊക്കെ വലിയ തോതിൽ കുറഞ്ഞു വരുന്ന ഒരു കാലം കൂടിയാണ്. മുമ്പത്തെ അപേക്ഷിച്ച് നമ്മൾ ഒരു 20 കൊല്ലം മുമ്പത്തെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു വ്യത്യാസം പൊതുവെ കുറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം. എന്ന് വെച്ച് ഈ സിസ്റ്റം മൊത്തത്തിൽ മാറിയിട്ടില്ല, സിസ്റ്റം ഇപ്പോഴും സ്ത്രീവിരുദ്ധം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ പലപ്പോഴും പുരുഷന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട്, പ്രത്യേകിച്ച് സാമ്പ്രദായിക ജീവിതത്തിൽ നിൽക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച്, അത് വിട്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ച് മറ്റു പലതും പറയാനുണ്ടാവും. പക്ഷേ ഒരു സാമ്പ്രദായിക ജീവിതത്തിനകത്ത് നിൽക്കുന്ന ഒരു പുരുഷൻ അതിൻ്റേതായിട്ടുള്ള കുറേ സ്ട്രെസ്സുകൾ എക്സ്ട്രാ കുടുംബത്തിൻ്റെ സ്ട്രെസ് ഏറ്റെടുത്ത് നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് മിക്കവാറും ഈ അജിത് കുമാറിന് പിന്തുണയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന് പിന്തുണയായിട്ട് വരുന്നത്. ഈ ഒരു പ്രശ്നം, അടിസ്ഥാന പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങളെ പരിഹാരമുള്ളൂ. ഇത് സ്ത്രീ വിരോധം കൊണ്ടോ പുരുഷ വിരോധം കൊണ്ടോ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. പക്ഷേ ഇവരിപ്പോൾ ഇതാണ് പരിഹാരമായിട്ട് കാണുന്നത്. സ്ത്രീകൾക്ക് ഉള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുക, പുരുഷന്മാർക്ക് ഈ തരത്തിലുള്ള എന്താ പറയുക തുല്യത എന്ന് പറയുന്ന ഇവർ വാദിക്കുന്ന തരത്തിലുള്ള തുല്യത കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇവരൊരു പരിഹാരമായിട്ട് കാണുന്നത്. പക്ഷെ ഇവരുടെ ഈ വാദങ്ങൾക്ക് ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെയുണ്ട്, സത്യാവസ്ഥയാണ്. ഇപ്പം സന്ദീപ് ഇപ്പം പറഞ്ഞ പോലെ അദ്ദേഹത്തെ കേൾക്കാൻ ആളുണ്ടെന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട്, അജിത് കുമാറിനെ കേൾക്കാൻ ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേജിന് റീച്ച് ഉണ്ടെന്നൊക്കെ. ശരിയാണ്, ഒരു കാലത്ത് മറ്റേ ഇദ്ദേഹം പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ വളരെ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം അദ്ദേഹം സമരമൊക്കെ ആയിട്ട് വരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ആളുമുണ്ട്. മറ്റേ സവാദിൻ്റെ വിഷയത്തിലൊക്കെ അദ്ദേഹം ഒന്ന് പെട്ടുപോയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത്. പക്ഷേ ഈ സവാദ് വിഷയത്തിൽ രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊന്നും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ബസ് തടയുന്ന കാര്യം, ഈ അജിത് കുമാർ ബസ് തടയെന്ന് പറയുമ്പോൾ രാഹുൽ ഈശ്വർ പറയുന്ന ബസ് തടയാണെന്ന് ഞങ്ങളില്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു രണ്ടഭിപ്രായം ഇവിടെയുണ്ട്, അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ രണ്ടഭിപ്രായമുണ്ട്. സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രത്യേക ആനുകൂല്യങ്ങൾ ഓർഡിനറി ബസ്സുകളിൽ നൽകണമെന്നുള്ള കാര്യമാണ് ഇവിടെ ചോദ്യം ചെയ്തത്. ആ വിഷയത്തിൽ തന്നെ സ്ത്രീകളിൽ നിന്ന് തന്നെ രണ്ടഭിപ്രായം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അതൊരു പ്രത്യേകിച്ചുള്ളൊരു കാര്യം. സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ കിട്ടിയപ്പോഴൊക്കെ സൊസൈറ്റി ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് കാണാൻ കിട്ടുക. അപ്പോൾ കുടുംബശ്രീ പദ്ധതി നമ്മൾ അതിൻ്റെ തുടക്കം മുതൽ കണ്ടിട്ടുള്ളതാണ്. അന്നൊക്കെ ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വീടുകളിൽ വിറ്റിരുന്ന ആ ഒരു തുടക്കം വളരെ ചെറിയ എമൗണ്ടുകൾ വെച്ച് മൈക്രോ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നടത്തി അവർ നടത്തിയ ഒരു നീക്കം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ്. സ്ത്രീകൾ ജോലിക്ക് പോവാതെ വീട്ടിൽ സീരിയലും കണ്ടിരുന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തിൽ നടത്തിയ വല്ലാത്തൊരിടപെടലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ കയ്യിൽ പൈസ വന്നു. സ്ത്രീകളുടെ കയ്യിൽ പൈസ വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കുടുംബത്തിന് പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് കുട്ടികളുടെ പഠനത്തിന് ഒക്കെ വളരെയധികം സഹായിച്ചു. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പഠനത്തിന്, പെൺകുട്ടികളുടെ ജീവിതം തന്നെ മാറി. അപ്പോൾ അതിനൊക്കെ കാരണമായത് കുടുംബശ്രീ ഒരു പ്രധാന ഘടകമാണ്. അത് വലിയ തോതിൽ ആഗോളതലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്, പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. കുടുംബശ്രീ ഒരു മാതൃകയായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ കാണുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ KSRTCയിലൂടെ കിട്ടുന്ന ഈ എക്സ്ട്രാ വരുമാനം എങ്ങനെ പോയാലും അത് അവരെ സംബന്ധിച്ച് കുടുംബ സംവിധാനത്തിനകത്തത് കുടുംബത്തിന് ഗുണം ചെയ്യുന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് മുൻ അനുഭവങ്ങളിൽ നിന്ന്. പിന്നെ മാത്രമല്ല ഈ പണം മാർക്കറ്റിലേക്കാണ് ഇറങ്ങുന്നത്. അത് സ്വാഭാവികമായിട്ടും മറ്റുള്ള വ്യാപാരങ്ങളിലും ഒക്കെ ആണ് ഇതിറങ്ങുന്നത്. അതിൻ്റെ ഗുണം സൊസൈറ്റിക്ക് ഉണ്ടാവും. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈനായിട്ട് തന്നെയാണ് കാണേണ്ടത്. മെൻസ് അസോസിയേഷൻകാർക്ക് പിന്നെ അത്രയും വളരെ ഒന്നും അകത്തേക്ക് പോകാൻ താല്പര്യമില്ല. അവരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് എന്തോ കൊടുക്കുന്നു എന്ന് മാത്രമേ അവർ കാണുന്നുള്ളൂ. ഇത് സൊസൈറ്റിയിൽ എന്തുണ്ടാക്കുന്നു എന്നുള്ള അവരുടെ പ്രശ്നമല്ല.
ഒരു ഭാഗത്ത് ഇപ്പോൾ മെൻസ് അസോസിയേഷൻ്റെ വാദം നിൽക്കുന്നു, മറുഭാഗത്ത് സ്ത്രീകൾക്ക് സർക്കാർ സൗജന്യമായി യാത്ര നൽകുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും ഉണ്ടാവും, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടികളുണ്ടാവും. അപ്പം നമുക്കിനി എത്രത്തോളം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് സാധിക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. അതുപോലെ മെൻസ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഇടപെടലുകൾ സർക്കാരിൻ്റെ ലേക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കിക്കാണാം.